കെ ബാലൻ ചില സത്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. CPM-ലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് വളരെ ഗൗരവത്തിലെടുക്കണമെന്നാണ് കെ ബാലന് പറയാനുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി വിട്ടു പോകുന്നവർക്ക് നേരെ വിമർശന ശരങ്ങൾ തൊടുത്തു വിടുമ്പോഴാണ് പാർട്ടിയിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് കെ ബാലൻ പറയുന്നത്. സുധാകരൻ പാർട്ടി ഞെട്ടിച്ചു. സുധാകരൻ ചെയ്തത് രാഷ്ട്രീയ ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതുതന്നെയാണെന്ന് കെ ബാലൻ പറയുന്നുണ്ടെങ്കിലും കൊഴിഞ്ഞുപോക്ക് വളരെ ഗൗരവത്തിലെടുക്കണമെന്ന് തന്നെയാണ് ബാലന്റെ നിലപാടെന്ന് വ്യക്തം. സുധാകരൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ വിഭാഗീയ നീക്കം നടത്തിയെന്ന് കെ ബാലൻ തുറന്നടിച്ചു. SFI സമ്മേളനത്തിൽ വിമർശിച്ച തന്നെ സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ലെന്നും കെ ബാലൻ പറഞ്ഞു. സുധാകരനെ SFI സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി പിന്നീട് സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ സുധാകരൻ ഇപ്പോൾ ഒറ്റുകൊടുത്തുവെന്നും കെ ബാലൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ LDF ജയിക്കുമെന്നും സുധാകരൻ തോൽക്കുമെന്നും PK ശ്യാമള തളിപ്പറമ്പിൽ ജയിക്കുമെന്നും TK ഗോവിന്ദനും സുധാകരനും പാർലമെന്ററി വ്യാമോഹമാണെന്നും ഒക്കെ കെ ബാലൻ പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ ബാലൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് കെ ബാലൻ വിമർശിച്ചു. അവരുടെ നിയമ നടപടി ഇതുവരെ ഉണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് ലീഗെന്നും കെ ബാലൻ പറഞ്ഞു. ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം എത്തിയെന്നുള്ള ആരോപണവുമായി കണ്ണൂരിൽ CPM രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തുന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പയ്യന്നൂരിലെ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ ധനരാജ് കുടുംബ സഹായനിധിയുടെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവുകളാണെന്നാണ് കുഞ്ഞികൃഷ്ണൻ അവകാശപ്പെടുന്നത്. ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് ചെലവഴിച്ചതിന്റെ കണക്ക്, പാർട്ടി കമ്മിറ്റിക്ക് മുൻപാകെ കാണിച്ചതിന്റെ പകർപ്പ് തുടങ്ങിയവ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ CPM കേന്ദ്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരിൽ ഒരു തരത്തിലുമുള്ള ഫണ്ട് തിരിമറിയും നടന്നിട്ടില്ല, പാർട്ടിയുടെ 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. നിഷേധിക്കാൻ പറ്റാത്ത വിധം തെളിവുകൾ സംസാരിക്കട്ടെ എന്നാണെങ്കിൽ ഫണ്ട് വെട്ടിപ്പ് തെളിവ് സഹിതം കണ്ടെത്തി ഞാൻ തയ്യാറാണ്. ഈ തെളിവുകൾക്കെതിരെയും ആശ്രിതരെ വെച്ച് ന്യായീകരണവുമായി ഈ സംഘം എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഏത് ന്യായീകരണങ്ങൾക്കും മേലെയാണ് സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന സത്യം. ആ സത്യത്തെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവരും. ഒന്നുകൊണ്ടും നിങ്ങൾ ധൈര്യപ്പെടേണ്ട. 2018 ജൂലൈ 9 പയ്യന്നൂർ റൂറൽ ബാങ്ക് മെയിൻ ബ്രാഞ്ചിലുള്ള രക്തസാക്ഷി സഖാവ് ധനരാജ് കുടുംബസഹായ നിധിയുടെ അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവ് പൊതുസമക്ഷം വയ്ക്കുകയാണ്. പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വം രക്തസാക്ഷി ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് പണം പോലും അപഹരിച്ചിട്ടുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഈ പാർട്ടിക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇനി വേണ്ടത്? നിങ്ങൾ നടത്തിയ ഈ ധനാപഹരണം ഈ പാർട്ടിയെയും പാർട്ടി വിശ്വസിക്കുന്ന പാർട്ടി കുടുംബങ്ങളെയും അനുഭാവികളെയും വഞ്ചിക്കുന്നതല്ല എന്ന് ഇപ്പോഴും നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഈ തെളിവുകൾ പയ്യന്നൂരിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അഴിമതിക്കാർ ആരാണെന്ന് ജനം വിലയിരുത്തും. പോരാട്ടം തുടരുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവിധ പാർട്ടി ഫണ്ടുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചതിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. തുടർന്ന് തട്ടിപ്പ് കണക്കുകൾ വ്യക്തമാക്കി അദ്ദേഹം പുസ്തകം പുറത്തിറക്കി. ആരോപണ വിധേയനായ MLA TI മധുസൂദനൻ മത്സരിച്ചാൽ താൻ മത്സരിക്കുമെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് UDF പിന്തുണയോടെ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു.